നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്ത് അവസരങ്ങൾ മുതലാക്കുന്നതിൽ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു അമേരിക്ക. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശരിക്കും അവസരങ്ങൾ മുതലാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല ഇന്ത്യ. റഷ്യൻ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ ഇന്ത്യ വൻതോതിൽ അസംസ്കൃത എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. നാറ്റോ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധം, അമേരിക്ക റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ, ലോകരാജ്യങ്ങളിൽ ഏറെക്കുറെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് റഷ്യയ്ക്കും പുതിനുമൊക്കെ ആകെ തുണയായി നിൽക്കുന്നത് പലപ്പോഴും ഉത്തര കൊറിയൻ ഏകാധിപതി. റഷ്യയോട് അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചിരുന്ന ഇറാൻ ഏറെക്കുറെ ദുർബലാവസ്ഥയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചങ്ങാത്തം പുലർത്തുന്ന നേതാവ് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എങ്കിലും അവസരങ്ങളുടെ ജാലകം തുറക്കാൻ ഇന്ത്യ ഒട്ടും മടികാട്ടത്തുമില്ല. ഏറ്റവും ഒടുവിൽ ഇതാ അത്ഭുതം കൂറുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. റഷ്യയുടെ കരുത്ത് അവരുടെ സാങ്കേതിക വിദ്യ തന്നെയാണ്. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വൻതോതിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങുന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ട് ഏറെക്കാലമായില്ല. ഇന്ത്യയും 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി നിരവധി ചർച്ചകൾ ഇതിനകം പൂർത്തിയാക്കിയിരുന്നു. US പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിനും ഇന്ത്യൻ സർക്കാരും തമ്മിൽ വിവിധ ഘട്ടങ്ങളിൽ പല ചർച്ചകളും നടത്തി F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ പ്രതിനിധികൾ ഇന്ത്യ സന്ദർശിക്കാൻ ഇരിക്കുകയുമാണ്. ഇപ്പോഴിതാ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനികളുടെ പ്രതിനിധികൾ ഇന്ത്യ സന്ദർശിക്കുന്നത് അനിശ്ചിതമായി മാറ്റിവെച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. റഷ്യയിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനമായ Su-57E വാങ്ങുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഇന്ത്യ ചർച്ചകൾ സജീവമാക്കി. യുദ്ധവിമാനത്തിന്റെ പ്രത്യേകതകൾ മാത്രമല്ല, ഈ യുദ്ധവിമാന സാങ്കേതിക വിദ്യ പൂർണ്ണമായി ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന റഷ്യയുടെ നിലപാട് തന്നെയാണ് ഇന്ത്യയെ ആകർഷിച്ചിരിക്കുന്നത്. യുദ്ധവിമാന സാങ്കേതിക വിദ്യ കൈമാറുക മാത്രമല്ല, ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശവും റഷ്യ ഇന്ത്യക്ക് കൈമാറുന്നു. യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ ചർച്ചയ്ക്കായി ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന വാർത്തകൾ ഇപ്പോൾ ശക്തമാണ്. പുതിൻ്റെ ഇന്ത്യൻ സന്ദർശന വേളയിൽ ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകും. നിലവിൽ ഇന്ത്യൻ വ്യോമസേന വലിയ തോതിൽ യുദ്ധവിമാനങ്ങളുടെ കുറവ് അനുഭവിക്കുന്നു. തദ്ദേശീയ യുദ്ധവിമാന വികസനവും നിർമ്മാണവും ത്വരിതഗതിയിൽ നടക്കുന്നുവെങ്കിലും 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുക്കണമെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും കാലാവധി വേണം. ഇന്ത്യയുടെ തദ്ദേശീയ സ്റ്റെൽത്ത് വിമാനം AMCA വികസനവും ഇതുവരെ പൂർണ്ണമായിട്ടില്ല. ഇവ സൈന്യത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഇനിയും നീണ്ട 10 വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി 20 യുദ്ധവിമാനങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങാനും ബാക്കി സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ പൂർണ്ണമായി ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാനുമാണ് പുതിയ പദ്ധതി. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 42 സ്ക്വാഡ്രനാണ് വേണ്ടത്. നിലവിൽ 31 സ്ക്വാഡ്രൺ എന്ന നിലയിലാണ് വ്യോമസേന. പാകിസ്ഥാൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ ഒരേ സമയം നേരിടേണ്ടതുണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക്. 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ ചർച്ചകൾ വിവിധ ലോകരാജ്യങ്ങളുമായി പുരോഗമിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി റഷ്യയുടെ വമ്പൻ ഓഫർ. Su-57E സാങ്കേതിക വിദ്യ പൂർണ്ണമായി ഇന്ത്യക്ക് കൈമാറാം എന്ന് റഷ്യ അറിയിച്ചു. ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുമുള്ള ലൈസൻസും കൈമാറും. MKIയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ വെച്ച് Su-57E നിർമ്മാണം തുടങ്ങും. യുദ്ധവിമാനത്തിന്റെ മുഴുവൻ സോഴ്സ് കോഡും ഇന്ത്യക്ക് ലഭ്യമാക്കുമെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആയുധങ്ങളും റഡാറുകളും ഏവിയോണിക്സും മറ്റും വിമാനത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. നിലവിൽ 110 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഈ സമയത്താണ് വമ്പൻ ഓഫർ ഇന്ത്യക്ക് മുന്നിൽ റഷ്യ വച്ചിരിക്കുന്നത്. 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, 4.5 ജനറേഷൻ മൾട്ടി റോൾ യുദ്ധവിമാനമായ Su-365M ഇന്ത്യക്ക് നൽകുമെന്ന് റഷ്യ പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും ചേർത്ത് ഒരു പാക്കേജായുള്ള ഡീലാണ് ഇന്ത്യയുമായി റഷ്യ നടത്തുന്നത്. 3 വർഷം കൊണ്ട് 40 Su-365M യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറും. നിലവിലെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ ലഭ്യതക്കുറവ് ഇത് നികത്തുമെന്നാണ് കരുതപ്പെടുന്നത്. താൽക്കാലിക ആവശ്യങ്ങൾക്ക് ഈ വിമാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും
ഈ സമയം കൊണ്ട് ഇന്ത്യയിൽ Su-57 ഈ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം ത്വരിതഗതിയിൽ നടത്തുകയും ചെയ്യുകയാണ് പുതിയ പദ്ധതി. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡുമായി സഹകരിച്ച് Su-57 പൂർണ്ണ സാങ്കേതികവിദ്യ കൈമാറ്റവും സഹനിർമ്മാണവും റഷ്യ വാഗ്ദാനം ചെയ്തുവെന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നു. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഫീൽഡ് പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് റഷ്യൻ കരാറിൽ സാങ്കേതികവിദ്യ കൈമാറ്റം മാത്രമല്ല, മേക്ക് ഇൻ ഇന്ത്യ സംരംഭമായി ഈ പദ്ധതി മാറ്റുമെന്ന സൂചനകൾ കൂടിയുണ്ട്. യുക്രൈൻ റഷ്യൻ യുദ്ധത്തിനിടയിൽ റഷ്യ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുമ്പോൾ ഇന്ത്യയെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമമാണ് റഷ്യ നടത്തുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു നിർണായക അവസരമാണ്. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, വ്യോമ പ്രതിരോധ രംഗത്തും വമ്പൻ പദ്ധതികളാണ് റഷ്യയും ഇന്ത്യയും ചേർന്നൊരുക്കുന്നത്. ഇന്ത്യയുടെ ഇത്തരം നിർണായക നീക്കങ്ങളിൽ നിശബ്ദത പാലിക്കുകയാണ് അമേരിക്കയും ഡൊണാൾഡ് ട്രംപുമൊക്കെ. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക തന്നെയാണ് ഒരു രാജ്യത്തെ ഭരണാധികാരിയുടെ മുഖ്യ ലക്ഷ്യം. അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.